ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ജമ്മു കാശ്മീർ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിലെത്തി. കൃഷി, ടൂറിസം, തീർത്ഥാടനം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട 43 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ 2.0യുടെ ഭാഗമായ കേരളത്തിൽ നിന്നുള്ള കുമരകം പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നാളെ കേരളത്തിൽ. കോവളത്ത് രാജാനഗ പുരസ്കാര ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ചെങ്കടൽ ഉൾപ്പെടെയുള്ള സമുദ്രമേഖലയുടെ സംരക്ഷണത്തിനായി ഇന്ത്യയും ജപ്പാനും പ്രതിരോധം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കലയുടെയും കലാകാരന്മാരുടെയും മൂല്യങ്ങൾക്ക് അംഗീകാരം നൽകുന്ന OTT പ്ലാറ്റ്ഫോമായിരിക്കും കേരള സർക്കാരിന്റെ സി സ്പേസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ക്രിക്കറ്റ് അവസാന ടെസ്റ്റ് മത്സരം ധരംശാലയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ 2.0 പദ്ധതിയിൽ മധ്യപ്രദേശിലെ ചിത്രകൂട് ഘട്ടിലെ ആത്മീയതയുടെ അനുഭവം പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടു. ചിത്രകൂടിലെ സുരേന്ദ്രപാൽ മൈതാനിയിൽ നടന്ന പരിപാടിയിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും പങ്കെടുത്തു. ഭൂമിപൂജ, വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. അമർഖണ്ഡിൽ പ്രസാദ് പദ്ധതിക്ക് കീഴിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ സ്കീം 2.0യിൽ ഉൾപ്പെടുന്ന കുമരകം ടൂറിസം പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. കവണാറ്റിൻകര KTDC വാട്ടർ സ്കേപ്പിൽ മന്ത്രി P. A. മുഹമ്മദ് റിയാസ് അധ്യക്ഷനായ ചടങ്ങിൽ മന്ത്രി VN വാസവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കുമരകം പക്ഷിസങ്കേതത്തിന്റെ വികസനമാണ് നടക്കുക. സുസ്ഥിര ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശ് ദർശൻ 2.0 പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് കുമരകവും ബേപ്പൂരുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കുമരകത്തെ വിവിധ ടൂറിസം പദ്ധതികൾക്കായി 70 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീർ സന്ദർശനത്തിന്റെ ഭാഗമായി ശ്രീനഗറിലെത്തി. കൃഷി, തീർത്ഥാടനം, വിനോദസഞ്ചാര പ്രദേശങ്ങളുടെ വികസനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട 43 പദ്ധതികൾക്ക് ഇന്ന് അദ്ദേഹം തുടക്കം കുറിക്കും. ശ്രീനഗറിലെ ഭക്ഷി സ്റ്റേഡിയത്തിൽ നടക്കുന്ന വികസിത് ഭാരത് വികസിത് ജമ്മു കാശ്മീർ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. ജമ്മുകശ്മീരിലെ കാർഷിക മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള 5000 കോടി രൂപയുടെ സമഗ്ര കാർഷിക വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഹസ്രത് ബാൽ ദേവാലയത്തിന്റെ സംയോജിത വികസനം പദ്ധതി ഉൾപ്പെടെ സ്വദേശ് ദർശൻ, പ്രസാദ് പദ്ധതികൾക്ക് കീഴിൽ 1400 കോടിയിലധികം രൂപയുടെ ടൂറിസം പദ്ധതികൾക്ക് ശ്രീ മോദി ഇന്ന് തുടക്കമിടും. ചടങ്ങിൽ വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 1000 ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും. വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി അദ്ദേഹം സംവദിക്കും. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയുടെ ഉന്നമനത്തിനായുള്ള ആദ്യ രാജ്യവ്യാപക സംരംഭമായ ദേഖോ അപ്നാ ദേശ് പീപ്പിൾസ് ചോയ്സ് 2024 പ്രധാനമന്ത്രി ഇന്ന് തുടക്കമിടും. വിനോദസഞ്ചാര മേഖലയിലേക്ക് വിദേശികളെ ആകർഷിക്കുന്ന ചലോ ഇന്ത്യ ഗ്ലോബൽ ഡയസ്പോറ ക്യാമ്പയിനും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ചെങ്കടൽ ഉൾപ്പെടെയുള്ള സമുദ്രമേഖലയുടെ സംരക്ഷണത്തിനായി ഇന്ത്യയും ജപ്പാനും പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആഗോള വിഷയങ്ങളിലുള്ള ഇരു രാജ്യങ്ങളുടെയും തന്ത്രപ്രധാന ഇടപെടലുകളെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. ജപ്പാനിലെ ടോക്കിയോയിൽ ഒബ്സർവർ റിസർച്ച് ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച റെയ്സീന വട്ടമേശ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 78 രാജ്യങ്ങളിൽ ഇന്ത്യ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ആഗോള പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നതാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ടോക്കിയോയിലെത്തിയ ശ്രീ ജയശങ്കർ ജപ്പാൻ വിദേശകാര്യമന്ത്രി യോക്കോ കാമികാവയുമായി ചർച്ച നടത്തി. തെലങ്കാനയിലെ കർഷകർക്ക് കാർഷിക രംഗത്തെ വിദഗ്ധരുമായി സംവദിക്കുന്നതിനും സാങ്കേതിക ഉപദേശം തേടുന്നതിനും സഹായിക്കുന്ന ഋതു നെസ്തം പദ്ധതിയുടെ ഉദ്ഘാടനം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നിർവഹിച്ചു. 110 കർഷക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഋതു വേദികാസ് സംരംഭത്തിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ജമ്മു കാശ്മീരിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജമ്മുവിലെ വനിതാ പോലീസ് സ്റ്റേഷനിൽ പിങ്ക് പട്രോൾ സംവിധാനത്തിന് തുടക്കമായി. ജമ്മു സോൺ ADGP ആനന്ദ് ജെയിൻ സംഘത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു.
CNGക്ക് കിലോഗ്രാമിന് 2 രൂപ 50 പൈസ കുറഞ്ഞു. പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ CNGയുടെ പുതുക്കിയ വിൽപ്പന വില കിലോഗ്രാമിന് 74 രൂപ 9 പൈസയും നോയിഡ, ഗ്രേറ്റർ നോയിഡ, ഗാസിയാബാദ് എന്നിവിടങ്ങളിൽ കിലോഗ്രാമിന് 78 രൂപ 70 പൈസയും ആയിരിക്കും. UAEയിൽ ഇന്ത്യൻ പ്രവാസികൾക്കായി പുതുക്കിയ ജീവൻ സുരക്ഷാ പദ്ധതി നിലവിൽ വന്നു. നിർമ്മാണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ, ഡ്രൈവർമാർ തുടങ്ങിയവർക്കാണ് പ്രധാനമായും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സാമ്പത്തിക സുരക്ഷയ്ക്കാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരം കോവളത്ത് നടക്കുന്ന രാജാനഗ പുരസ്കാരദാന ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചടങ്ങിൽ സംബന്ധിക്കും. ഇടുക്കി വാഗമണിലെ അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കലയുടെയും കലാകാരന്മാരുടെയും മൂല്യങ്ങൾക്ക് അംഗീകാരം നൽകുന്ന OTT പ്ലാറ്റ്ഫോമായിരിക്കും സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സി സ്പേസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമായ സി സ്പേസിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഹ്രസ്വചിത്രത്തിൽ തുടങ്ങി ഫീച്ചർ ഫിലിമുകളടക്കം ലഭ്യമാകുന്ന രാജ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യ സംരംഭമെന്ന പ്രത്യേകത ഇതിനുണ്ട്. കേരളത്തിന്റെ പുതിയ നഗര നയം യുവജനങ്ങൾക്കൊപ്പം വയോജനങ്ങളെയും പരിഗണിക്കുന്നതായിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് കേരള അർബൻ കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചത്. 3 ദിവസത്തെ അർബൻ പോളിസി കമ്മീഷൻ യോഗത്തിന് ഇന്ന് സമാപനമാകും. കോൺഗ്രസ് നേതാവും കേരള മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നു. കോൺഗ്രസിൽ നിന്നുള്ള അവഗണനയിൽ മനസ്സുമടുത്താണ് താൻ പാർട്ടി വിടുന്നതെന്ന് അവർ പറഞ്ഞു. പാർട്ടിക്ക് അകത്തുനിന്ന് ഒരുപാട് അപമാനം നേരിട്ടുവെന്നും വേദനയോടെയാണ് പാർട്ടി വിടുന്നതെന്നും ശ്രീമതി പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉയർന്ന താപനില, സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും അതോറിറ്റി നിർദ്ദേശിക്കുന്നു. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5 മത്സര പരമ്പരയിലെ അവസാന ടെസ്റ്റ് മത്സരം ധരംശാലയിൽ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇംഗ്ലണ്ട് 2 വിക്കറ്റ് നഷ്ടത്തിൽ 100 റൺസ് എടുത്തിട്ടുണ്ട്. ആതിഥേയരായ ഇന്ത്യ ഇതിനകം തന്നെ 3-1 എന്ന ലീഡോടെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ വെറ്ററൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിനും ഇംഗ്ലണ്ടിന്റെ സ്റ്റാർ ബാറ്റർ ജോണി ബെയർസ്റ്റോയും തങ്ങളുടെ 100ാം ടെസ്റ്റ് മത്സരത്തിന് ഇറങ്ങുകയാണ്. വനിതാ പ്രീമിയം ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് UP വാരിയേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും വനിതാ സിംഗിൾസിൽ PV സിന്ധുവും ഇന്ന് പാരീസിൽ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിനിറങ്ങും. തായ്വാന്റെ ചൌ ടിയൻ ചെന്നിനെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്ത് പ്രീ ക്വാർട്ടറിൽ കടന്നത്. കാനഡയുടെ മിഷേൽ ലീയെ തോൽപ്പിച്ചാണ് PV സിന്ധുവിന്റെ പ്രീ ക്വാർട്ടർ പ്രവേശം. കോമൺവെൽത്ത് ഗെയിംസ് വെങ്കല മെഡൽ ജേതാക്കളായ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ജപ്പാന്റെ യുക്കി ഫുകുഷിമ സയാക്ക ഫിറോട്ട സഖ്യത്തെ നേരിടും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും മലേഷ്യയുടെ മാൻ വ്യങ് ചോങ്, ടി കൈ വുൺ എന്നിവരുമായി ഏറ്റുമുട്ടും. ത്രിപുരയിലെ തിപ്ര മോദ പാർട്ടി BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ ചേർന്നു. തിപ്ര മോദ പാർട്ടിയിലെ 2 MLAമാർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. അനിമേഷ് ദേബ്രമയും ബ്രിഷകേതു ദേബ്രമയുമാണ് അധികാരമേറ്റത്. തെക്കൻ യമനിൽ ചരക്ക് കപ്പലിന് നേരെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 നാവികർ കൊല്ലപ്പെട്ടു. ആദ്യമായാണ് കച്ചവട കപ്പലുകൾക്ക് നേരെ വിമത സംഘം നടത്തിയ ആക്രമണത്തിൽ മരണം രേഖപ്പെടുത്തുന്നത്. 4 കപ്പൽ ജീവനക്കാർക്ക് പരിക്കേറ്റതായും പശ്ചിമേഷ്യയിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന US സെൻട്രൽ കമാൻഡന്റ് അറിയിച്ചു. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ പാലസ്തീനികളെ പിന്തുണയ്ക്കാനാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഹൂതികൾ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മു കാശ്മീർ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിലെത്തി. കൃഷി, ടൂറിസം, തീർത്ഥാടനം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട 43 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശ് ദർശൻ 2.0യുടെ ഭാഗമായ കേരളത്തിൽ നിന്നുള്ള കുമരകം പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിൽ. കോവളത്ത് രാജാനഗ പുരസ്കാര ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ചെങ്കടൽ ഉൾപ്പെടെയുള്ള സമുദ്രമേഖലയുടെ സംരക്ഷണത്തിനായി ഇന്ത്യയും ജപ്പാനും പ്രതിരോധം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കലയുടെയും കലാകാരന്മാരുടെയും മൂല്യങ്ങൾക്ക് അംഗീകാരം നൽകുന്ന OTT പ്ലാറ്റ്ഫോമായിരിക്കും കേരള സർക്കാരിന്റെ സി സ്പേസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ക്രിക്കറ്റ് അവസാന ടെസ്റ്റ് മത്സരം ധരംശാലയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.